പാമ്പിന് പാമ്പ്, പട്ടിക്ക് പട്ടി, എലിക്ക് എലി, ലിഫ്റ്റ് കുടുങ്ങല്, അവയവം മാറി ശസ്ത്രക്രിയ, അങ്ങനെ അസുഖമായിട്ട് വരുന്ന രോഗികൾക്ക് പണിയുടെ മേൽ പണിയൊരുക്കി കാത്തിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വരൂ ഇന്ന് നമുക്ക് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്തുട്ടപത്ര ചർച്ച ചെയ്യാനുള്ളത്? കേരളത്തിലെ സർക്കാർ ആശുപത്രിയൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. ആരോഗ്യ മേഖലയുടെ മേൽനോട്ടായിരിക്കുക വീണ മേഡത്തിനല്ലേ. അപ്പൊ പിന്നെ ആ കപ്പൽ ആടി ഉലയുകയില്ലെന്ന് അറിഞ്ഞൂടെ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ഡോക്ടർ അനുപാതം, അതുപോലെ നഴ്സ് ഡോക്ടർ പേഷ്യന്റ് അനുപാതം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ആരോഗ്യ ഹെൽത്ത് വർക്കർ അനുപാതം ഏറ്റവും ബെസ്റ്റ് പൊസിഷനിലുള്ളത് കേരളമാണ്. പിന്നെ എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മാഡം. അപ്പൊ സർക്കാർ ആശുപത്രികളെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയമൊക്കെ മാറിയല്ലോ. വരൂ ഇനി നമുക്ക് പാലക്കാട് ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോവാം. പനി ബാധിച്ച മകളുടെ ചികിത്സയ്ക്കായി അവിടെ എത്തിയ യുവതിക്ക് പാമ്പ് കടിയേറ്റു. ഞാൻ പോകുന്നു. 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് യുവതി ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. അവിടെ നിന്നാണ് ഗായത്രിക്ക് പാമ്പ് കടിയേറ്റത്. മഴക്കാലല്ലേ, എല്ലായിടത്തും പാമ്പ് വരും, അതുകൊണ്ടൊക്കെ സൂക്ഷിക്കണ്ടേ. നമ്മൾ സൂക്ഷിച്ചാല് നമുക്ക് കൊള്ളാം, അല്ലാണ്ട് ആശുപത്രിയിൽ വൃത്തിഹീനമായ സാഹചര്യം ആയതുകൊണ്ടല്ലാട്ടോ പാമ്പ് വന്നത്. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. യൂറിൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കുട്ടിനെ യൂറിൻ പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി താഴെ ഇരുത്തിയപ്പോൾ യൂറിൻ താഴെ പോയി. അത് അടിച്ചുവിടാനായിട്ട് ചൂലെടുത്തതാണ്. വാർഡിന്റെ തൊട്ടന്നെ ചൂലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തപ്പോൾ അതിനകത്ത് ഈ പാമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അമ്മന്റെ കയ്യിൽ പാമ്പ് കടിച്ചു, കയ്യിലാണ് കടിച്ചത്. അപ്പോൾ എത്രയും വേഗം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. കൊണ്ടുവന്ന് ഇപ്പോൾ ആള് നിരീക്ഷണത്തിലാണ്. 24 hours ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു. യുവതി ചെയ്തത് തെറ്റ്. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ വൃത്തിയാക്കാൻ പാടുണ്ടോ? വൃത്തികേടായി കിടക്കുന്നതായിരുന്നു നമ്മുടെ സർക്കാർ ആശുപത്രിയുടെ ഒരു ശീലം. നാട്ടുകാർ അത് തെറ്റിച്ചാൽ പിന്നെ എന്താ ചെയ്യാ? പിന്നെ കടിച്ചത് ചെറിയൊരു പാമ്പാണെന്ന് ഇത് ഇത്ര ഉള്ളോ? അത് ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? അറിയാലോ, നമ്മുടെ സർക്കാർ ആശുപത്രിയൊക്കെ ഹൈടെക് ആണ്, മറക്കരുത്. ഇത് ഈ ആശുപത്രിയുടെ ശുചീകരണമില്ലായ്മ കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ള അനാസ്ഥയാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ എലിയും പെരിച്ചാഴിയും ഒക്കെ നിരന്തരം കാണുന്നുണ്ട് എന്നാണ് അവിടുത്തെ ആശുപത്രിയിലെ ആളുകൾ പറയുന്നത്. ആരും വിഷമിക്കേണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മന്ത്രി കൃഷ്ണൻകുട്ടി ആശുപത്രി സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ട് അവിടെ അവരുടെ സ്ഥിതി എന്താണെന്ന് ഞാനിപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അവർക്ക് വിഷമങ്ങളൊന്നുമില്ല. ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ ഇപ്പോൾ അവിടെ ഒരു വിഷമത്തിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണാനില്ല. ഇനി ഒരു 5 മണിക്കൂർ കൂടി കഴിഞ്ഞ ശേഷം ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. അത് ശരി. ഇപ്പൊ വിഷം അകത്ത് കയറാത്തതായോ പ്രശ്നം? ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് എങ്ങനെ പാമ്പ് വന്നു എന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം. നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. മഴ പെയ്യുമ്പോൾ ഈ സാധനം മഴ പെയ്യാത്ത സ്ഥലത്തേക്ക് കയറി വരും. അതാണത്. നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ശരിയാണ്. ജനലും വാതിലൊക്കെ അടച്ച് അത്രത്തോളം ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് ചൂലിനുള്ളിൽ ചൂട് തട്ടി അവിടെ വന്ന് കിടന്നതാണ്. അപ്പോഴത് എടുക്കുമ്പോൾ വന്നെന്നുള്ളതാണ്. ഇപ്പോൾ അല്ലാണ്ട് പറമ്പിലല്ല അത് വന്നിരിക്കണം. അത് നോക്കിയില്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഴക്കാലല്ലേ പാമ്പൊക്കെ വരുംന്ന്. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞപ്പോ അതെല്ലാവർക്കും ബോധ്യമായല്ലോ. ഇവിടെ മന്ത്രി ഒരു ബുദ്ധിമാൻ തന്നെ. ഞാനൊരു വലിയ സംഭവം അല്ലേ. അതെ, ആശുപത്രിയിൽ കൃത്യമായിട്ട് ശുചീകരണം നടക്കാറുണ്ടോ? അങ്ങനെ വീഴ്ച വരുത്താതെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പാമ്പ് എലിയൊക്കെ വരാനുള്ള സാധ്യത കുറവല്ല. അതുകൊണ്ട് ചോദിച്ചതാ. ഇല്ല, അത് നമുക്കൊരു സാധാരണ നിലയ്ക്കുള്ള ആശുപത്രികളിൽ ഉണ്ടാകുന്ന കുറവുകൾ ഉണ്ടാവും. ഞാൻ ഇല്ലാന്നൊന്നും പറയില്ല. അത് എന്താ നേതാവേ ഒരു വിക്കല്? പോരട്ടെ. ഇവിടുത്തെ ഡെവലപ്മെന്റ് കമ്മിറ്റി എല്ലാം മുനിസിപ്പാലിറ്റിയും കൂടി അത് ചെയ്യും. അപ്പൊ ആശുപത്രിയിലെ ശുചീകരണത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇല്ല, വീഴ്ച പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയുടെ മുമ്പ് തന്നെയാണ് ഇവിടെ പരിസരം വൃത്തിയാക്കിയിട്ടുള്ളത്. ഇനി അതിന്റെ പേരിൽ 2 കൂട്ടരും കൂടി അടി ഉണ്ടാക്കണ്ട. എന്നാലും ഈ സർക്കാർ ആശുപത്രികൾക്ക് ഇത് എന്ത് പറ്റി? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ കണ്ടില്ലേ? രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചത് 42 മണിക്കൂറിന് ശേഷമാണ്. അപ്പോഴേക്കും ഇവിടെ മന്ത്രി വീണ ജോർജ് രോഗിനെ കാണാൻ ഓടി വന്നു കേട്ടോ. ഇനി എത്ര വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും അവസാനം അവർ റെഫർ ചെയ്യുന്നത് മെഡിക്കലിലേക്കാണ്. അപ്പം നമ്മുടെ ഏറ്റവും അവസാന പിടിവള്ളി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു മോശമായ ചിത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ലിഫ്റ്റിൽ കുടുങ്ങിയപ്പോൾ നേരിട്ട ശാരീരിക മാനസിക വിഷമതകളെ പറ്റി അദ്ദേഹം വീണ ജോർജിനോട് പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മന്ത്രി ഉറപ്പും കൊടുത്തു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞുള്ളൂ ലിഫ്റ്റിൽ പിന്നെ ആള് കുടുങ്ങി. പിന്നെ കുടുങ്ങിയത് ഒരു രോഗിയും ഒരു ഡോക്ടറുമാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഏത് രോഗിയും ആശുപത്രിക്കകത്തേക്ക് വരുന്നത്. എന്നാൽ ഒരു ചെറിയ നോട്ടപ്പിശക് പിന്നീട് നമുക്ക് തിരുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം.
അതിൻ്റെ കുറ്റബോധം ജീവിതം മുഴുവൻ വേട്ടയാടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം തികഞ്ഞ ജാഗ്രതയോടെ പാലിക്കുന്നതിന് എല്ലാവരും ആരോഗ്യരംഗത്ത് സന്നദ്ധമാവുക. ഇങ്ങനൊക്കെ ഉപദേശിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ എന്താ നടക്കണെന്ന് മുതലാളി വല്ല അറിയണ്ടോ? നമ്മള് കൈയിന്റെ വിരല് കട്ട് ചെയ്യാനാ പോയിന്. ഒരു നാവിന്റെ അടിയിൽ കട്ട് ചെയ്തിട്ടാ വന്നത്. ചോര വരുമ്പോൾ അറിഞ്ഞത് നാവാണ് കട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പ് ആരോഗ്യമന്ത്രിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിനാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇനി ആരോഗ്യമന്ത്രി വന്ന് നേരിട്ട് ഒരു തീരുമാനമാക്കാതെ ഞാൻ വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല. എല്ലാവരും നിർത്തി പറയൂ. നിർത്തി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അല്ല, സർക്കാർ ആശുപത്രികൾ തരുന്ന പണികൾക്ക് ഒരു അവസാനം ഇല്ലാലോ എന്ന് പറയായിരുന്നു. ഉള്ള പട്ടിയും പാമ്പും ലിഫ്റ്റും ഒക്കെ പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സാധാരണക്കാരന്റെ പിടിവള്ളിയാണ് സർക്കാർ ആശുപത്രികൾ. 100% പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയാണ് ഓരോ രോഗികളും സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നത്. നമ്പർ 1 കേരളത്തിലെ ആരോഗ്യ മേഖല കാരണം സാധാരണക്കാരന്റെ ആരോഗ്യവും സമാധാനവും ഒക്കെ പോയിരിക്കുകയാണ്. ആഴ്ചയിൽ 4 ദിവസം വെച്ച് ഒറ്റപ്പെട്ടുണ്ടാവുന്ന ഈ സംഭവങ്ങൾക്ക് എന്നാണ് എന്തോ അറുതി ഉണ്ടാവുക? ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് മരിച്ച ജോയ് എന്നും തീരാവേദനയാണ്. ആ പ്രശ്നത്തിന് ശേഷം നഗരസഭയും റെയിൽവേയും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇന്ന് വൻ പ്രതിഷേധവുമായിട്ട് യുവജന സംഘടനകളും രംഗത്തെത്തി. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ചതിന് പിന്നാലെ മേയർക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ആകെ സംഘർഷമായിരുന്നു. മാർച്ചിന്റെ ഇടയിൽ യൂത്ത് ലീഗുകാർ കോർപ്പറേഷൻ വളപ്പിലേക്ക് വരെ ഇടിച്ചു കയറി. അപ്പോഴാണ് അവിടെ വേറൊരു കൂട്ടരെ കണ്ടത്. ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് മേയറുടെ ചേംബറിൽ ഉപരോധരിക്കാണ് BJP കൗൺസിലർമാർ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ നഗരസഭയ്ക്കും റെയിൽവേക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നാണ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എല്ലാവരും പ്രതിഷേധം ഉയർത്തുന്നത് ആര്യ രാജേന്ദ്രനെതിരെ മാത്രം. എന്താ അങ്ങനെ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? യൂത്ത് കോൺഗ്രസും BJP രംഗത്തിറങ്ങിയ സ്ഥിതിക്ക് അടുത്തതായി വേദിയിലെത്തുന്നു DYFI. റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവരുടെ മാർച്ച്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാവുമ്പോഴാണ് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. എന്തായാലും ആ മാലിന്യത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പരസ്പരം പഴിചാരൽ തുടരാണ്. കോർപ്പറേഷൻ പറയുന്നു അത് റെയിൽവേയുടെ മാലിന്യമാണെന്ന്, റെയിൽവേ പറയുന്നത് കോർപ്പറേഷൻ്റെ ആണെന്ന്. രണ്ട് കൂട്ടരുടെയും കുറ്റപ്പെടുത്തലൊക്കെ കഴിഞ്ഞെങ്കിൽ എത്രയും വേഗം ശുചീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ അടുത്ത തവണ ഇനിയും കോടതിയുടെ നല്ലത് കേൾക്കും. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.